ഹലോ നമസ്കാരം, എല്ലാവർക്കും 777 അറ്റ് ജാക്ക് ജോൺസിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഹോം ടൗൺ തൃശ്ശൂരാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂരിലുള്ള വിലങ്ങൻ ഹിൽസിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. തൃശ്ശൂർ ജില്ലയിലെ എടുത്തു പറയാവുന്ന ഒരു സ്മോൾ ഹിൽ ടോപ്പാണ് ഈ ഒരു സ്ഥലം. ഒരു ഡേ അല്ലെങ്കിൽ ഒരു ഈവനിങ് ട്രിപ്പൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. നമ്മുടെ അമല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അമല നഗറിന് അടുത്തായിട്ടുള്ള ഒരു ഹിൽ ടോപ്പാണ് വിലങ്ങൻ കുന്ന്. തൃശ്ശൂർ കോഴിക്കോട് മെയിൻ റോഡിൽ നിന്നും കാണാം നമുക്ക് എൻട്രൻസ് അങ്ങ് കടന്നാൽ പിന്നെ ഒരു കാട്ടുപാതയിലൂടെ നമ്മൾ എങ്ങനെ സഞ്ചരിക്കുന്നു അതേ ഒരു ഫീലാണ്. ഈ ഒരു പാതയിലൂടെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം. 20 rupees പെർ അഡൽട്ടാണ്, പിന്നെ പാർക്കിംഗ് ചാർജും. വിലങ്ങൻ ഹിൽസ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല സമയമാണിപ്പോൾ. കാരണം മൺസൂൺ മഴ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ മഴ നമ്മളെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെയൊക്കെ നടന്ന് കാണാമെന്ന് തന്നെയാണ് കരുതുന്നത്. വന്നിറങ്ങുമ്പോൾ തന്നെ നല്ല ആംബിയൻസ്, നല്ല ക്ലൈമറ്റ്, തണുത്ത കാറ്റ്. വിലങ്ങൻ ഹിൽസിനെ കുറിച്ച് പറയാനാണെങ്കിൽ 5 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന നല്ല മെഡിസിനൽ പ്ലാന്റ്സും ട്രീസും കുറേയധികം പക്ഷികളുമുള്ള പ്രകൃതിദത്തമായ ഒരു ഹിൽ ടോപ്പ്. ഗവൺമെൻറ് ഓഫ് കേരളയുടെ എക്കോ ടൂറിസം സ്കീമിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ പിക്നിക് പ്ലേസ് ആണ് ഇത്. ഇവിടുത്തെ മെയിൻ ആകർഷണം എന്ന് പറയുന്നത് ഒരു ഹിൽ വ്യൂ ആണ്. തൃശ്ശൂർ സിറ്റി മുഴുവൻ തന്നെ കോൾപ്പാടങ്ങളടക്കം നമുക്ക് ഇവിടെ നിന്നും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഏതൊരാൾക്കും എല്ലാം മറന്ന് റിലാക്സ്ഡ് ആയിട്ട് വിദൂരത്തിലേക്ക് നോക്കി നിൽക്കാനുള്ള ഒരു ഫീലൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ആ കാണുന്നത് മുണ്ടൂർ പള്ളിയാണ്. തൃശ്ശൂർ സിറ്റിയുടെ ഒരു പാനോറമിക് വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. കുന്ന് അറിയപ്പെടുന്നത് തന്നെ ഓക്സിജൻ ജാർ ഓഫ് തൃശ്ശൂർ സിറ്റി എന്നാണ്. അതിൽ ആശ്ചര്യപ്പെടാൻ ഒന്നും തന്നെയില്ല. കാരണം അത്രമാത്രം പ്രകൃതി സമ്പത്തിനാൽ അനുഗ്രഹീതമാണ് ഈ ഇടം. ഇത് ഇവിടെ കാണുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. പക്ഷേ ഇപ്പോഴത്തെ നില വളരെ ശോചനീയമാണ്. മുമ്പൊക്കെ ഇവിടെ കുറേ ഫാമിലീസ് വരാറുണ്ടായിരുന്നു, കിഡ്സ് എല്ലാം ഇവിടെ വന്ന് കളിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊന്നും പറ്റിയ അവസ്ഥയിലല്ല. ഇതുകൂടി കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നല്ല ആംബിയൻസ് ഉള്ള ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരു പിക്നിക് പ്ലേസ് ആകുമായിരുന്നു.
കുഴി കിടക്കുന്ന ഈ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ് 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് കൂട്ടുകാരൊത്ത്. ഇതിന് തൊട്ടടുത്തുള്ള അമല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് ഞാൻ എൻ്റെ പഠനം പൂർത്തിയാക്കിയത്. അതിനുശേഷം ഇപ്പോഴാണ് ഫാമിലിയോടൊത്ത് ഇവിടേക്ക് വരുന്നത്. കുറേയധികം റിനോവേഷൻസ് എല്ലാം കഴിഞ്ഞ് പണ്ടത്തേക്കാൾ ബെറ്ററായി തോന്നുന്നുണ്ട് ഈ സ്ഥലം. നടന്ന് ക്ഷീണിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിശ്രമിക്കാനായിട്ടുള്ള ഇങ്ങനെ റെസ്റ്റിംഗ് പ്ലേസും കുറേ അധികം ഇവിടെയുണ്ട്. മൂടി നിൽക്കുന്ന ആകാശവും നനഞ്ഞ മണ്ണും നേർത്ത കാറ്റും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളും കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമായിട്ടോ. സിമ്പിളായിട്ട് പറഞ്ഞ കുട്ടികളിവിടെ ഓടിച്ചാടി കളിച്ച് ക്ഷീണിച്ചു. തൃശ്ശൂരിൽ പല സ്ഥലങ്ങളുടെയും പേരുകൾ എൻഡ് ചെയ്യുന്നത് മുക്ക് എന്നുള്ളൊരു വേർഡിലാണ്. അപ്പോൾ ഇവിടെ ഉണ്ടൊരു സെൽഫി മുക്ക്. എന്നാ പിന്നെ എഴുതി വെച്ച പേര് തെറ്റിക്കണ്ട, നമുക്കൊരു സെൽഫി ആവാല്ലേ. പടുകൂറ്റൻ വൃക്ഷങ്ങൾക്കിടയിൽ അങ്ങിങ്ങായി പഴയ ജീവിതശൈലിയെയും ഓർമ്മപ്പെടുത്തുന്ന കുറേയധികം ശില്പങ്ങളും ഇവിടെ കാണാൻ കഴിഞ്ഞു. ഒരു ഭാഗത്തായിട്ട് കൊച്ചുകുട്ടികൾക്കുള്ള ചില അഡ്വഞ്ചേഴ്സ് ഗെയിംസിനുമുള്ള അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മഴ നനഞ്ഞ് കിടക്കുകയാണെങ്കിലും കുട്ടികൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല കേട്ടോ. അവരതിലെല്ലാം തന്നെ കയറി കളിച്ചുകൊണ്ടേയിരുന്നു.
വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യവും ഈ ഒരു ചാറ്റൽ മഴയിൽ ഒരു ചായ കുടിച്ച് റിഫ്രഷ്ഡ് ആവണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ടീ ആൻഡ് സ്നാക്ക് ഷോപ്പുകളും ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് ഇറങ്ങുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്കുള്ള പ്രോത്സാഹനമാണ്. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. So today signing off 777 at Jack Jones.